ഹലോ എവരി വൺ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താ പിന്നെയും ഇങ്ങനെ വീഡിയോ ഇടുന്നത്? എല്ലാവരും വീഡിയോ ഉണ്ടാക്കുന്ന ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ, അതായത് നാട്ടുകാർ നമ്മൾ കാണണം, അതുകൂടെ നമുക്ക് റീച്ച് കിട്ടണം. പിന്നെ എൻ്റെ ഒരു വളവള വർത്താനം എല്ലാവരും കാണണം, അത്രയും എനിക്ക് ആഗ്രഹമുള്ളൂ. എൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്ക് 1K വ്യൂസ് ആയിരുന്നു ഗൈസ്. രസകരമായിട്ടുള്ള കണ്ടന്റുകളായിട്ട് വരും, കുറച്ച് ഐഡിയാസ് ഒക്കെ എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലത്തെ വീഡിയോസ് ഒക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പം ഇടയ്ക്ക് നമ്മളെ ബിഗ് ബോസ് കണ്ടന്റ് ഉണ്ടാവും, കാരണം നമ്മൾ ആ ഇനീഷ്യൽ ഹൈപ്പ് കാത്തു സൂക്ഷിക്കണ്ടേ. എൻ്റെ അടുത്ത് ഇന്റർവ്യൂർ പല കാര്യത്തിനും ചോദിച്ചു, ഇങ്ങനെ എന്തുകൊണ്ട് അപർണേനെ എല്ലാവരും കേൾക്കണം അങ്ങനെ ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവർക്കും ഇല്ലാത്ത ചില വിചിത്രമായിട്ടുള്ള ഒപ്പീനിയൻ ഒക്കെ എനിക്കുണ്ട്, അത് പറയാനുള്ളൊരു കഴിവ് എനിക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് വിചിത്രമായിട്ടുള്ള ഒപ്പീനിയൻ. അപ്പോൾ ഞാൻ പറഞ്ഞു പല സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയിട്ട് വിചിത്രമായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബിഗ് ബോസിൻ്റെ അകത്താണെങ്കിൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഉള്ളതാണ് ഒന്ന് അഭിരാമും LGBTQ ഇഷ്യൂ. അപ്പം അതിൽ കുറേ ആൾക്കാർ അഭിപ്രായം പറയുന്നത് കണ്ടു. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാതെ എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്നത് വെച്ചാൽ ഹെൽത്തി ആയിട്ട് ഇതിനെ പറ്റിയിട്ട് ഡിസ്കഷൻ ഉണ്ടാകാനുള്ള ഒരു സ്പേസ് ഇല്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചവിടെ ഇരുത്തും, നിങ്ങൾ വലിയ മോശക്കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർക്ക് എന്താ പറയാനുള്ള, എന്തുകൊണ്ടാണ് അവരത് പറയുന്നത് എന്നുള്ള ചിന്തകളൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വോക്കാണ്, മീൻസ് നമ്മളെ ഒരു വലിയ ജനറൽ പോപ്പുലേഷൻ ഇഷ്ടപ്പെടും. LGBTQ പറ്റിയിട്ട് ആക്ച്വലി അവിടെ അഭിരാമിനെ മാത്രമല്ല പല ആൾക്കാർക്കും സ്ട്രോങ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പല ആൾക്കാരും അത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അഭിരാമിനോട് മാത്രമേ ചോദിച്ചു എന്നുള്ളൂ. LGBTQIA+ പറ്റിയിട്ട് നമുക്ക് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ വിഷയമാണ്, ഓരോരുത്തരുടെ വീട്ടിനുള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ടീന്ന് വരുന്ന സമയത്താണ് എനിക്ക് കുറച്ച് കൺസേൺ ഉള്ളത്. അതെന്ന് വെച്ചാൽ ടീ എന്ന് പറയുമ്പോൾ നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഈ സർജറി എന്നൊക്കെ പറയുമ്പം ആ സർജറിക്കൊക്കെ മീൻസ് ആ സർജറി ചെയ്യുന്നതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സർജറിയാണ്. ഇതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള സർജറി അല്ല എന്നാണ് ഞാൻ വായിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ വായിച്ച കുറേ ഇങ്ങനത്തെ റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ വായിക്കായിരുന്നു. ഒരു ടൈമിൽ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു, അത് ഹൂ ഇസ് ഷീ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണോന്ന് അറിയില്ല. ആ ഡോക്യുമെൻ്ററി കണ്ടതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മുന്നേ വരെ ഫുൾ സപ്പോർട്ടറായിരുന്നു കേട്ടോ, അതും പറയണം. ഓക്കെ, ഈ ഹൂ ഇസ് ഷീ എന്ന് പറയുന്ന ഈ ഡോക്യുമെൻ്ററി കണ്ടതിൻ്റെ മുന്നേ വരെ ഞാൻ LGBTQ സപ്പോർട്ടറായിരുന്നു. കാരണം നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണുന്നത്, നമ്മളിതിന് ചിന്തിക്കുന്നില്ല ഇതിനെ പറ്റിയിട്ട്. ഈ LGBTQ പല സ്റ്റഡികളും ഭയങ്കര പ്രിമിറ്റീവാണ്, ചിലതൊന്നും കൺക്ലൂസീവ് അല്ല. ഞാൻ മനസ്സിലാക്കുന്നു ഇത്രയും സൊസൈറ്റിയിൽ നിന്ന് പ്രഷർ വന്നിട്ടും ഇവരിത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ അവിടെ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള്, നമുക്ക് പറയാൻ പറ്റില്ല നാളെ എങ്ങനെയാണോ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ആ സത്വം ആഗ്രഹിച്ച് ജീവിച്ചോട്ടെ, പക്ഷേ സർജറിയിൽ ഏത് അവസ്ഥയിൽ പോകുന്നു എന്നുള്ളതിനാണ് കോൺട്രവേഴ്സി. സർജറി ഇല്ലാതെ ഈ സത്വം ഇവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. ഈ സർജറിനെ ഇവർ ഇത്രയും പ്രൊമോട്ട് ചെയ്തിട്ട് പറയുന്ന എന്തിനാന്ന് എനിക്കറിയില്ല. കാരണം പല ആൾക്കാരും ഫസ്റ്റ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയാം, പല ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ കാണുമ്പം പല ആൾക്കാരും പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്, അതായത് ലേഡീസിൻ്റെ ഡ്രസ്സ് ഇടുന്ന ഇഷ്ടമായിരുന്നു, ഓപ്പോസിറ്റ് ജെൻഡറിനോട് ഇഷ്ടമായിരുന്നു, അതായത് അവർക്ക് അട്രാക്ഷൻ ഉള്ളത് മെയിലിനോട് തന്നെയായിരുന്നു. പിന്നെ അവർ ഓർഗൻസിൻ്റെ കാര്യങ്ങൾ അവിടെ പറയുന്നില്ല, പക്ഷെ ഫസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, പെണ്ണിനെമാരി ഒരുങ്ങാനായിരുന്നു, സ്ത്രൈണത എന്നുള്ള രീതിക്ക്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പെണ്ണിനെന്ന് പറഞ്ഞിട്ട് ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തത് ആരാണ്? അതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് പെണ്ണ് ഈ ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ, ആണ് ഈ ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെണ്ണിനെ നേർച്ചറിങ് ആയിട്ടുള്ള ഇതുണ്ടാവാൻ പാടുള്ളൂ, നാച്ചുറലി. ആണിനെ നേർച്ചറിങ്, എത്ര നേച്ചുറൽസ് ആയിട്ട് മീൻസ് എത്ര കെയറിങ് ആയിട്ടുള്ള ആളുകളുണ്ട് ആണുങ്ങൾ അല്ലേ. ആക്ച്വലി നമ്മളെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. വലിയ വലിയ യൂണിവേഴ്സിറ്റീൻ്റെ മെഡിക്കൽ ജേർണൽസിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കുമ്പം ഈ ഇതിനെടുക്കുന്ന, അതായത് ഈ ട്രാൻസ്ജെൻഡർ ആവാനുള്ള സർജറി ഇതിൻ്റെ സാറ്റിസ്ഫാക്ടറി എന്നുള്ള ഈ സംഭവം അവർ അത് റിസർച്ച് ചെയ്യുന്ന സമയത്ത് അവർ ഇപ്പോൾ നമ്മളൊരു സാധനം റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത്രയും സാമ്പിൾ സൈസിൽ ഇത് ഞങ്ങൾ പരീക്ഷിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ സാമ്പിൾ സൈസ് എന്ന് പറയുന്ന സാധനം വളരെ ചെറുതാണ്. 14 സിസ്മെൻ, 14 ട്രാൻസ്മെൻ, 14 അങ്ങനെ 14 അല്ലെങ്കിൽ 24 അങ്ങനെ എന്തോ ഒരു നമ്പറാണ്. അപ്പോൾ അത്രയും ചെറിയ സാമ്പിൾ സൈസാണ് എല്ലാം ഉള്ളത്. അതും ഇതൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള സാധനം അല്ലാന്ന് ഒരുവിധം എല്ലാ പേപ്പറിനടിയിലും ഉണ്ട്. ട്രാൻസ്ജെൻഡർ സർജറിയും പിന്നെ ഈ ഇങ്ങനത്തെ ഏസ്തെറ്റിക് സർജറീസും അല്ലാത്ത എല്ലാ സർജറികളും നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് വയ്യാണ്ടാവുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്, വയ്യാണ്ടാവുമ്പോഴാണ് നമ്മളൊരു അതിനെ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏസ്തെറ്റിക് സർജറി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻസെക്യൂരിറ്റി തള്ളിയിട്ടുള്ള ഒരു ബിസിനസ്സാണ്, ഇൻസെക്യൂർ ആവുന്നവർ ചെയ്യും. ട്രാൻസ്ജെൻഡറിസം ഇനി അങ്ങനെയാണോ അത്? പിന്നെ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ വായിച്ചു, അതായത് ഈ ഹോർമോൺ തെറാപ്പി. ഓക്കെ, ഇപ്പം ചില രാജ്യങ്ങളിലൊക്കെ ഈ ഏത് ഏജിലാണ് സർജറി ചെയ്യുന്നത് എന്നുള്ളതിന് റെഗുലേഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഹോർമോൺ തെറാപ്പിക്ക് റെഗുലേഷൻസ് ഒന്നും ഇല്ല. സോ കൺക്ലൂസീവായിട്ട് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റാത്തൊരു കാര്യത്തിന് ഹോർമോൺ തെറാപ്പീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ഒരു കൊച്ചിൻ്റെ മേലെ ഇത്രയും മരുന്നുകൾ കെമിക്കൽസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നതിനെ പറ്റിയിട്ടാണ് എൻ്റെ കൺസേൺ. എൻ്റെ കുട്ടി നാളെ അങ്ങനെ ആവുകയാണെങ്കിൽ, ഇതാ എൻ്റെ ചിന്ത തുടങ്ങുന്നതൊക്കെ ഇങ്ങനെയാണ്. ഓക്കെ, നാളെ എൻ്റെ കുട്ടി അങ്ങനെ ആവുകയാണെങ്കിൽ ഇതൊരു സൈക്കോളജിക്കൽ ഡിസ്മോർഫിയ ആണോ അതോ
അനാറ്റമി ഡിസ്മോർഫി ആണോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഫുള്ളായിട്ട് എനിക്ക് ധാരണയില്ല. ഡിസ്മോർഫി ആണെങ്കിൽ അതിനൊരു രോഗമായിട്ടല്ലേ കാണേണ്ടത്, അല്ലാണ്ട് അതൊരു നോമാണോ, അതിന് ട്രീറ്റ് ചെയ്യല്ലേ വേണ്ടത് എന്നുള്ളതാണ് ചിന്ത. ഓക്കെ, ഇത് ട്രീറ്റ് ചെയ്യുന്ന ചിലർ പറയും ഇത് ട്രീറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ സർജറി, ഓക്കെ ഇത് ട്രീറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ എന്താ കാര്യം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല ട്രാൻസ്ജെൻഡേഴ്സും ഇപ്പോഴും അതിനുള്ള മെഡിസിൻസും അതൊക്കെ കൺട്രോൾ ലൈഫ് ലോങ് എടുത്താലേ അവർക്കത് നിലനിർത്തി പോകാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് എനിക്ക് എൻ്റെ കൺസേൺ എൻ്റെ കുട്ടി എന്നുള്ളിടത്ത് നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കാം ഓക്കെ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ലോങ് ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് കുടിക്കും മരുന്ന്, നമുക്ക് വേറെ നിവർത്തിയില്ല. പക്ഷെ ഇത് നമ്മൾ മരിച്ചു പോകുന്ന അസുഖമല്ല. എനിക്കറിയില്ല മരിച്ചു പോകുന്ന ഒരു കേസ് എത്തിയാലല്ലേ ഇതിൽ ഓപ്റ്റ് ചെയ്യേണ്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്കറിയത്തില്ല അതെന്തുകൊണ്ടാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ചിന്ത. ചിലപ്പോൾ നിങ്ങൾ പൊട്ടത്തരായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ചിന്തകൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം എൻ്റെ ചിന്തകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കുട്ടി ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ, സത്യത്തിൽ അവരൊരു ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ഞാൻ എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യുന്നു. ചിലപ്പോൾ ഞാൻ സർജറി ചെയ്യാൻ സമ്മതിക്കത്തില്ല. കാരണം എനിക്കറിയില്ല തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണല്ലോ. ഞാൻ പറഞ്ഞു നീ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോ, ഒരു പ്രശ്നമില്ല, നിന്നെ ഞാൻ എല്ലാ സപ്പോർട്ടും ചെയ്യാം. പക്ഷെ നീ ദയവ് ചെയ്ത് സർജറി ചെയ്യല്ലേ. കാരണം കത്തി വെച്ച് മുറിക്കണം, അത് മീൻസ് ബോഡി നല്ല നമുക്ക് ഏബിൾ ഫങ്ഷണൽ ബോഡി ദൈവം നമുക്ക് തന്നിട്ട് അതിൻ്റെ മേലെ ഇനിയും ഇൻസിഷൻസ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ലൈഫ് ലോങ് ഡ്രഗ് എടുത്ത് വേറെ എന്തെല്ലാം അസുഖം മനുഷ്യന് വരല്ലേ, വേറെ എന്തെല്ലാം അസുഖങ്ങൾ ഇന്നത്തെ കാലത്ത് നമുക്ക് വരുന്നുണ്ട്, പല ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെല്ലാം വരുന്നുണ്ട്. വേറെ അതിൻ്റെ കൂടെ ഇതും കൂടെ വേണം. നീ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോ. അത് അങ്ങനെ പറ്റുമെങ്കിൽ സൂയിസൈഡലൊക്കെ ആണെങ്കിൽ അത് വേറെ വിഷയം. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല ജാസിന് ചെയ്യാൻ പോകണ്ടോ ഇല്ലെന്ന്. ഈ കാര്യത്തിൽ ഞാൻ ജാസി പേടിയാണ് സർജറി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും കളിയാക്കുന്ന കണ്ടു. ഇതേ കമ്മ്യൂണിറ്റി തന്നെ ഒരു 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 പേഴ്സൺ എന്ത് പറ്റി ഈ സർജറി ചെയ്തിട്ട് അതിൻ്റെ ഇൻഫെക്ഷൻ ക്യൂർ ആവാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്തെന്നുള്ളൊരു ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും മീൻസ് അത്രയും നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ സർജറിയാണിത്. ഒരു ചെറിയ സർജറി, സിമ്പിൾ സർജറി ഒന്നുമല്ല, വൺ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറിയാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും അതിൻ്റെ മെയിൻ്റെനൻസും ഒക്കെ ഭയങ്കര. സോ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ട്രാൻസ്ജെൻഡർ സർജറിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അവരെ കാരണം ഉണ്ടാവും. എൻ്റെ മൈൻഡിലുള്ള കൺസേൺസ് ഇതാണ് ഇതിനെ പറ്റിയിട്ട്. വരുന്ന ഈ സൈഡ് എഫക്ട്സിനും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രശ്നങ്ങൾക്കും ഇതിലെന്താണ് ഉത്തരം? എന്താണ് മെഡിസിൻ ഉത്തരം? എന്താണ് സയൻസിന് ഉത്തരം? ലൈഫ് ലോങ് ഇവർ ഈ സാധനം ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണോ ഉത്തരം? എനിക്കറിയില്ല. അങ്ങനെ ഒരു ഉത്തരം കിട്ടുന്ന കാലം വരെ എൻ്റെ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സർജറിക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും. ഏതെങ്കിലും വിധേന, ഇപ്പോൾ തെറാപ്പി വിധേനയോ അല്ലെങ്കിൽ അത് ഇൻവേസീവായിട്ടല്ലാത്ത വിധേന ഇത് എങ്ങനെയെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കുള്ളൂ എൻ്റെ കുഞ്ഞാണെങ്കിൽ. ഇതിൻ്റെ കുറേ വിഷയങ്ങൾ വേറെ കിടക്കുന്നത് പെങ്കൊച്ചുങ്ങളും ട്രാൻസ്ജെൻഡറും. എങ്ങനെയായാലും ആണുങ്ങൾക്ക് ശാരീരിക ശക്തി കൂടുതലാണെന്നറിയാം. ലേഡീസ് ആൻഡ് ട്രാൻസ്ജെൻഡർ വിമൻ, ആ ഒരു ബൈഫോക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഡിവിഷൻ എങ്ങനെയാണ് സൊസൈറ്റി നിൽക്കുന്നത്. നാളെ ഇപ്പോൾ പറയുകയാണ് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളും ഒരു പെങ്കൊച്ചും ഒരേ വാഷ്റൂം യൂസ് ചെയ്യണം, ഒരേ സ്പേസ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ആണോ? എത്ര ലേഡീസ് കംഫർട്ടബിൾ ആണ്? അപ്പം ട്രാൻസ്ജെൻഡറിൻ്റെ എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. സോ ഞാനൊരു ലേഡി എന്നുള്ള രീതിക്ക് പറയാം. ഓക്കെ, എനിക്ക് ആണുങ്ങളുള്ള ഒരു സ്പേസിൽ നിന്നിട്ട് തുണി മാറാനോ അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകാനോ പറ്റില്ല എനിക്ക്. ഡോക്ടർ ആണെങ്കിൽ അത് വേറെ വിഷയം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ എത്ര ക്രൈം അഗെയിൻസ്റ്റ് വിമൻ ഉണ്ടെന്ന് നമുക്കറിയാം. നിങ്ങൾ വിചാരിക്കും എല്ലാ ആണുങ്ങളും അപ്പം അങ്ങനെയല്ല. പക്ഷെ പേടിയാവുന്നു അല്ലേ? അതേപോലെ തന്നെ ഒരു കാറ്റഗറിയിലാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നത്. കാരണം എത്രയൊക്കെ നമ്മൾ ഡിനേ ചെയ്താലും ട്രാൻസ്ജെൻഡർ ബോഡി മെയിലാണ്. അവരുടെ സ്ട്രെങ്ത് ഒരു നോർമൽ വുമണിനേക്കാളും കൂടുതലാണ്. ഒരു ജനറൽ പോപ്പുലേഷനെ ഞാൻ പറയുന്നത്. വീക്കായിട്ടുള്ള ട്രാൻസ്ജെൻഡർ വുമൺ ഉണ്ടാവും, അത് വേറെ കാര്യം, അത് അനോമലിയാണ്. പക്ഷേ മെജോറിറ്റി ട്രാൻസ്ജെൻഡർ പീപ്പിളിനും ഒരു ആവറേജ് ഫീമെയിലിനേക്കാളും ശക്തിയുണ്ട്. സോ ഐ ഡോണ്ട് നോ ഹൗ സ്പേസസ് ഗോണ വർക്ക്. പിന്നെ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് അവർ പറയുന്നതിൻ്റെ പിന്നെ ഒരു ഡിലേമ ഞാൻ നിങ്ങൾ ആ ഡോക്യുമെൻ്ററി എന്തായാലും കാണണം. അപ്പോൾ നിങ്ങൾക്കും കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തലയിൽ വരും. ഇപ്പോൾ വെസ്റ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ആംപ്യൂട്ടി ആണെന്ന് മനസ്സിൽ വിചാരിക്കുന്നത്, എനിക്ക് കൈയില്ല എന്നാണ് എൻ്റെ സ്വയം തോന്നല്. അപ്പോൾ എനിക്ക് കൈയൊക്കെ സർജറി ചെയ്ത് മാറ്റി തരണം. ഞാൻ പൂച്ചയാണെന്നാണ് തോന്നുന്നത്, പൂച്ചേൻ്റെ ലാംഗ്വേജിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ട്രാൻസ്ജെൻഡർ ബോഡി ഡിസ്മോർഫി അല്ല, അതൊരു മെൻ്റൽ വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ, മൈൻഡിലുള്ള വ്യത്യാസം, ബോഡിൻ്റെ വ്യത്യാസമല്ല ഞാൻ പറയുന്നത്, മൈൻഡിലുള്ള വ്യത്യാസം, മൈൻഡിലാണ് നമുക്ക് സത്വം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ആ സത്വം പലതായിട്ട് ഫീൽ ചെയ്യാം അല്ലേ? അതായത് ഒരാൾക്ക് ഞാനൊരു പൂച്ചയാണെന്നും പട്ടിയാണെന്നും ഫീൽ ചെയ്യാം. അപ്പോൾ അത് വേറെ തന്നെ. അപ്പം നമ്മൾ എന്തെല്ലാം ഈ സൊസൈറ്റിയിൽ ജീവിക്കുക. പിന്നെ ചെറിയ ക്ലാസ്സുകളിൽ ഇതിനെ പറ്റിയിട്ട്, ചെറിയ ക്ലാസ്സുകളിൽ ഏതൊക്കെ ജെൻഡർ ഉണ്ട്, ഏതൊക്കെ സെക്സ് ഉണ്ട്, കുഞ്ഞു മക്കളെ സെക്സ് എഡ്യൂക്കേഷൻ വേണം. അതൊരു ഇപ്പോഴത്തെ ചെറിയ കുട്ടിയൊക്കെയായിട്ടും വേണം. ബാഡ് ടച്ച് എന്താ, ഗുഡ് ടച്ച് എന്താ, ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ വേണം. അതായത് ഏത് ജെൻഡർ ആണെങ്കിലും ഇതാണ് ബാഡ് ടച്ച്, ഇതാണ് ഗുഡ് ടച്ച്, ഇത്രയും അറിഞ്ഞാൽ മതി കുട്ടികൾ. എല്ലാ മനുഷ്യന്മാരും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം, ഇത്രയും അറിഞ്ഞാൽ മതി കുട്ടികൾ. അല്ലാണ്ട് ഈ LGBTQ എന്തെല്ലാം സാധനം ഉണ്ടെന്ന് ഇത് അറിഞ്ഞിട്ടെന്തിനാ?
അങ്ങനെ നിങ്ങൾ ഓരോ ദിവസം പുതിയത് കൊണ്ടുവരുമ്പോൾ ഈ പുതിയത് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നാണോ പറയുന്നത്? കാരണം പല ആൾക്കാർക്കും പലതും തോന്നാം. അപ്പം ഞാൻ പറയുന്നത് ഈ LGBTQ അത് അവർ ഇതിൽ നടക്കുന്ന വിഷയമാണ്, അത് നമ്മളെ ബിസിനസ് അല്ല. ഓക്കെ, അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ. പക്ഷേ ഇത് എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരുമ്പോഴും കാര്യങ്ങളാണ് പ്രശ്നം. ഇത് കൂടുതലായി കഴിഞ്ഞാലുള്ള കാര്യം ഞാൻ പറയുന്നത്. ഇപ്പം ചില കിൻഡർ ഗാർഡൻ സ്കൂളുകളിൽ വെസ്റ്റിലെ കാര്യം പറയുന്നത്, കാരണം നമുക്ക് ഇത് ആക്ച്വലി പണ്ട് മുതലേ ഉള്ള കോൺസെപ്റ്റാണ് ഈ ഹിജഡ കോൺസെപ്റ്റൊക്കെ. പക്ഷേ അതൊരു ഓക്കെ, ഇവർ കുറച്ച് വ്യത്യാസമുള്ള വേറെ ആൾക്കാർ, ഇത്ര ഒരു ജനറലൈസ്ഡ് ആയിട്ട് അങ്ങനെയാണോ പോപ്പുലേഷൻ ഉള്ളത്. പക്ഷേ ഇതൊരു ഫാൻസി ടേമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതലാണ് ഇത് കുറച്ച് വേറെ ഇതായിട്ട് മാറിയത്. ഇപ്പോൾ വെസ്റ്റിലാണെങ്കിൽ ഡ്രാഗ് ക്വീൻ ആയിട്ടുള്ള ഒരു ലേഡി വന്ന് പിള്ളേർക്ക് ഇങ്ങനെ അവെയർനെസ് കൊടുക്കുന്നു, ഇതിനുള്ളൊരു ബുക്ക്, ഈ ലെവലിലേക്കൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ടീമാണ് വെസ്റ്റിലുള്ളത്. എനിക്ക് ഈ വിഷയത്തിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അഗ്രി ചെയ്യാത്ത ചില കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഈ സർജറിൻ്റെ വിഷയം, അതായത് സർജറി എപ്പോൾ വേണം, എല്ലാവർക്കും വേണം, ആർക്ക് വേണം, എപ്പോൾ വേണം, ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്. പല സെക്ടേഴ്സിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിനൊരു ഡെഫിനേഷൻ ഇല്ല. സോ ചുമ്മാ ഞാനിത് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു, എല്ലാം റിജക്റ്റ് ചെയ്യുന്നു എന്ന് പറയാണ്ടേ ഇതിലെവിടെയാണ് പ്രശ്നം എന്നുള്ളത് ബേസ് ലൈൻ ചെയ്യാൻ അറിയണം. പിന്നെ പിള്ളേർക്ക് ഇത് കുത്തിക്കേറ്റേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പിള്ളേർക്ക് പഠിക്കാൻ വേറെ പല സംഭവങ്ങളുണ്ട്, അല്ലാണ്ട് ജെൻഡർ എന്താ ഇതെന്താന്ന് മാത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോഴത് സൊസൈറ്റി മുന്നോട്ട് പോയിട്ടില്ല. സൊസൈറ്റിക്ക് മുന്നോട്ട് പോകേണ്ടത് സയൻസിലും ടെക്നോളജിയിലും മാത്സിലും ഹിസ്റ്ററിയിലൊക്കെ വിവരം ഉണ്ടാകുമ്പോൾ, ഹിസ്റ്ററിയിൽ വിവരം വേണം എന്ന് വെച്ചിട്ട് ഇത് മാത്രം കാരണം പല കൺട്രീസിലും നമ്മൾ ഇന്നത് കണ്ടുവരുന്നുണ്ട്. കരിക്കുലത്തിൻ്റെ ഭാഗമാണ് ഇത്. നാളെ ഇത് നമ്മളെ കരിക്കുലത്തിൻ്റെ ഭാഗമാവാൻ വലിയ സമയമൊന്നും എടുക്കില്ല. സോ ഇത് കരിക്കുലത്തിൻ്റെ ഭാഗമൊക്കെ ആക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല, സീരിയസ്ലി അറിയില്ല. മനുഷ്യനെ ബേസ് ചെയ്തിട്ട് പിള്ളേർക്ക് ആകെ ഒരൊറ്റ കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടുള്ളൂ, ആവശ്യമുള്ളൂ. എല്ലാവരും മനുഷ്യനാണ്. നിൻ്റെ കൈ മുറിഞ്ഞാലും ചോര, അവൻ്റെ കൈ മുറിഞ്ഞാലും ചോര, ഇത്രേ. ചില മനുഷ്യന്മാർ നിൻ്റെ ബോഡിയുള്ളവരുണ്ടാവും, അവൻ്റെ ബോഡിയുള്ള വ്യത്യാസ ബോഡി ഉള്ളതും ഉണ്ടാവും, ഇത്രേ. എന്നാലും നിൻ്റെ കൈ മുറിച്ചാലും അവൻ്റെ കൈ മുറിച്ചാലും ചോര, ഇത്രയും പഠിപ്പിച്ചാൽ മതി. അല്ലാണ്ട് പിന്നെ നിൻ്റെ ബോഡിയിലുള്ള നിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്, നിൻ്റെ ബോഡിയിൽ നിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ തന്നെ പാതി മുക്കാലും പ്രശ്നം തീർന്നു. അവൻ്റെ ബോഡിയിൽ എനിക്കില്ലാത്ത റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ തന്നെ പാതി മുക്കാലും പ്രശ്നങ്ങൾ തീർന്നു. ഇതൊന്നും ഇല്ലാതെ ഒരുപാട് ടേംസും ഒരുപാട് കൺഫ്യൂഷൻസും ചെറിയ മക്കളുടെ തലയിൽ കുത്തി വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് എനിക്കുള്ള ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്.